ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്മോൾ സൈസ് ഡബിൾ പെറ്റൽ നന്ദിയാർവട്ടമാണ്. നന്ദിയാർവട്ടത്തിൻ്റെ 3-4 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഈ ചാനലിൽ തന്നെ ഞാൻ നന്ദിയാർവട്ടത്തിൻ്റെ വേറൊരു വെറൈറ്റിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരതൊന്ന് കയറി കണ്ടു നോക്കണേ. ഇതെന്ന് പറയുന്നത് ചെറിയ പൂക്കളായതുകൊണ്ട് തന്നെ നല്ല ചെറിയ കുലകളായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു കുലയിൽ തന്നെ ഒരു 5-6 പൂക്കൾ വെച്ച് ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ എല്ലാം കൂടെ ഒരേ സമയത്ത് വിരിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബൊക്കയുടെ രൂപത്തിലാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാനൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. സാധാരണ നാടൻ നന്ദിയാർവട്ടം എന്ന് പറയുന്ന ഓരോ വലിയ പൂക്കളായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് പക്ഷേ ചെറിയ പൂക്കളെല്ലാം കൂടെ ഒന്നിച്ച് വിരിഞ്ഞിട്ട് ഒരു വലിയ പൂക്കളായിട്ട് തോന്നത്തക്ക വിധത്തിൽ ഒന്നിച്ചിങ്ങനെ ഉണ്ടാകുന്ന നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഈ ചെടിക്ക് അധികം പരിചരണമൊന്നും വേണ്ടാത്ത ചെടിയാണ്. ഏത് കാലാവസ്ഥയിലും എപ്പോഴും പൂക്കൾ നമുക്ക് തരും. പണ്ട് കാലത്തൊക്കെ ഓണ സമയത്തൊക്കെയാണ് ഈ ഏറ്റവും കൂടുതൽ, ഇന്നത്തെ പോലെ അധികം പൂക്കളൊന്നും വാങ്ങിക്കാത്ത സമയത്തൊക്കെ ഈ പൂക്കളൊക്കെയാണ് ഏറ്റവും കൂടുതലൊക്കെ പൂക്കളം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത്. കൂടാതെ തന്നെ ഇതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ പൂക്കളൊക്കെ വിരിയാറായ മുട്ടുകളൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നതൊക്കെ കണ്ണ് അസുഖത്തിനെല്ലാം നല്ലതാണ്. കൂടാതെ കണ്ണിന് ചെങ്കണ്ണൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പൂ പിഴിഞ്ഞിട്ട് ഡയറക്റ്റ് കണ്ണിലൊഴിക്കുന്നതും നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ പിന്നെ വേരിനും ഇലയ്ക്കുമൊക്കെ ഒത്തിരി ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. പൊതുവേ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ വേരുകളൊക്കെ ഉപയോഗിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തൈകളൊക്കെ താഴെയുള്ള ലീഫെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. 5 ദിവസം കൂടുമ്പോഴും പുതിയ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ നമുക്ക് വേര് പിടിച്ച് കിട്ടും. അങ്ങനെ നമുക്ക് എളുപ്പമെന്ന് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊതുവെ കീടരോഗബാധയെല്ലാം കുറവായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ അത്യാവശ്യം ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ നമുക്ക് തരും. അതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും നാടൻ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ചെടികളിലൊന്നാണ് നന്ദിയാർവട്ടവും അതുപോലെ ഗന്ധരാജൻ, ചെമ്പരത്തി എന്നിവയൊക്കെ. ഇതുപോലത്തെ ചെടികളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടാതെ നമുക്ക് നടുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്കും നല്ലതാണ്. നമുക്കും ഒരു മനസ്സിന് സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ പുതിയ ചെടികളൊക്കെ പഴയ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ വളർത്തുന്നതിനൊക്കെ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.